നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL എൽ ക്ലാസിക്കോ, അങ്ങനെയാണ് മുംബൈ ഇന്ത്യൻസിനെയും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരു എൽ ക്ലാസിക്കോക്ക് ഉള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. ഏകപക്ഷീയമായ വിജയമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്. മുംബൈ ഇന്ത്യൻസ് ഒന്നും മത്സരിച്ചതേ ഇല്ല. വളരെ ദയനീയമായൊരു പെർഫോമൻസ്, ദയനീയമായിട്ടുള്ളൊരു പ്രകടനം. 208 റണ്ണ് ജയിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ മുംബൈ ഇന്ത്യൻസ് 104 റണ്ണിന് എല്ലാവരും പുറത്തായി. അതും 19 ഓവറിൽ. ഒരു ഓവർ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. 103 റണ്ണിന് CSKയ്ക്ക് കൂറ്റൻ ജയം, പടുകൂറ്റൻ ജയം. മുംബൈ ഇന്ത്യൻസിൻ്റെ IPLൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണിത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്ര ദയനീയമായിരുന്നു അവരുടെ പ്രകടനം എന്നത്. 103 റണ്ണിൻ്റെ ജയം എന്നൊക്കെ പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ നെറ്റ് റൺ റേറ്റ് കുതിച്ചുയരുകയാണ്. അക്ഷരാർത്ഥത്തിൽ കുതിച്ചുയരും. ഈ വിജയം അവർക്ക് നൽകുന്ന കോൺഫിഡൻസ്, ആത്മവിശ്വാസം, മോറൽ ബൂസ്റ്റിങ് എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇത്രയും വലിയ കൂറ്റൻ ജയം മുംബൈ ഇന്ത്യൻസിനെതിരെ നേടുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ രീതിയിലുള്ള കുതിപ്പിന് അവർക്കത് ഗുണം ചെയ്യും. IPLൻ്റെ ചരിത്രത്തിൽ 5 തവണ വീതം കപ്പ് നേടിയ 2 ടീമുകളേ ഉള്ളൂ. അത് ഇവർ രണ്ടുപേരുമാണ്, മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. പക്ഷേ ഈ കപ്പുകൾക്കൊക്കെ അമരത്തിരുന്ന 2 കളിക്കാരും ഈ 2 ടീമുകളിലായിട്ട് കളിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രോഹിത് ശർമ്മയും കളിച്ചില്ല, മഹേന്ദ്ര സിംഗ് ധോണിയും കളിച്ചില്ല. 2 പേർക്കും പരിക്കാണ്. മഹേന്ദ്ര സിംഗ് ധോണി ഈ ടൂർണമെൻറ്റിൽ ഇന്ന് വരെ കളത്തിലിറങ്ങിയിട്ടില്ല. രോഹിത് ശർമ്മ കളിക്കാൻ ഇറങ്ങിയിരുന്നു. കഴിഞ്ഞ 1-2 കളികളിലായിട്ടാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട് കളിക്കാതെ ആയത്. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് റയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും ചേർന്നുള്ള ഒരു ഓപ്പണിങ്ങിലാണ് യഥാർത്ഥത്തിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു ശക്തി കിടക്കുന്നത്. അത് 2 പേരും ടീമിലില്ല എന്ന് വന്നപ്പോൾ കിൻഡൻ ഡി കോക്ക് ഒരു ആദ്യത്തെ കളിയിൽ തന്നെ ഈ IPL കളിച്ച ആദ്യ കളിയിൽ തന്നെ സെഞ്ചുറിയൊക്കെ അടിച്ചതാണ്. പക്ഷേ ആ നിലയിലൊന്നും അദ്ദേഹം കളിച്ചില്ല. ഒരാളും നല്ല നിലയിൽ കളിച്ചില്ല എന്ന് പറയണം. കാരണം സൂര്യകുമാർ യാദവ് 35 റൺ അടിച്ചു, തിലക് വർമ്മ 37 റൺ അടിച്ചു. പക്ഷേ 2 പേരും സ്ട്രൈക്ക് റേറ്റ് തീരെ കുറവായിരുന്നു. 116ഉം 127 ഒക്കെയാണ് സ്ട്രൈക്ക് റേറ്റ്. 208 റണ്ണ് ജയിക്കാൻ വേണ്ടിയെടുത്ത് ഈ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ കളി കയ്യിൽ നിന്ന് പോയിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ. 6 ഓവറിൽ 29 റണ്ണ് മാത്രമാണ് പവർ പ്ലേയിൽ മുംബൈ ഇന്ത്യൻസ് നേടിയത്. 3 വിക്കറ്റും പോയിരുന്നു, പ്രധാനപ്പെട്ട 3 വിക്കറ്റ്. അപ്പോൾ ആ നിലയിൽ എല്ലാ അർത്ഥത്തിലും ദയനീയമായി. യഥാർത്ഥത്തിൽ ഈ കളി ഏകപക്ഷീയമായി ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചതോടുകൂടി തന്നെ, ഒരു പോരാട്ടവും നടത്താതെ മുംബൈ ഇന്ത്യൻസ് കീഴടങ്ങിയതോടുകൂടി തന്നെ കളി ഒരു രസമുണ്ടായില്ല, ബോറടിപ്പിക്കുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ തുല്യശക്തികളുടെ പോരാട്ടമായിരുന്നെങ്കിൽ ഒരു രസമുണ്ടായേനെ. പക്ഷെ അതുണ്ടായില്ല. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിന്നർമാർ 2 പേരും, അഖിൽ ഹുസൈനും നൂർ അഹമ്മദും, 2 പേരും ഗംഭീരമായിട്ട് ബോൾ ചെയ്തു. അഖിൽ ഹുസൈൻ 4 ഓവറിൽ 17 റൺ വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തി. അതേസമയം നൂർ അഹമ്മദ് 4 ഓവറിൽ 23 റൺ വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി. അത് തന്നെയായി 6 വിക്കറ്റ്. പിന്നെ ഇപ്പം എന്താണുള്ളത്? അപ്പോൾ അതിലൊക്കെ പ്രധാനം ചെന്നൈയും ഇതേപോലെ ബാറ്റിങ്ങിൽ താളം തെറ്റിയിരിക്കുകയായിരുന്നു. ബാറ്റിങ്ങിൽ തകർച്ച തന്നെയായിരുന്നു അവർക്കും. പക്ഷേ സഞ്ജു സാംസൺ എന്ന ഒരു ക്ലാസ് പ്ലെയർ, മലയാളി താരമായ സഞ്ജു സാംസൺ എന്ന ക്ലാസ് പ്ലെയർ ആ ഇന്നിങ്സിനെ കൂട്ടി യോജിപ്പിച്ച് നിർത്തിയെടുത്താണ് അവർ കളിയിൽ ജയിച്ചത്. സഞ്ജു സാംസൺ 54 പന്തിൽ നിന്ന് 101 റണ്ണാണ് അടിച്ചത്. മൊത്തം IPL 5ാമത്തെ സെഞ്ചുറിയും ഈ സീസണിലെ 2ാമത്തെ സെഞ്ചുറിയും. ഈ സീസണിൽ അടിച്ച 2 സെഞ്ചുറിയും മാച്ച് വിന്നിങ് ഇന്നിങ്സുകളായിരുന്നു. 2ഉം വളരെ പ്രധാനപ്പെട്ട, ക്ലാസിക്കലി ബിൽഡ് ചെയ്തിട്ടുള്ള 2020 ഒരു മോൾഡിലല്ലാതെ കുറേ കൂടി ക്ലാസിക്കലിയാണ് അത് ആ ഇന്നിങ്സുകൾ. അതായത് ആദ്യഘട്ടത്തിലൊക്കെ പിടിച്ചു നിന്ന് ഒരറ്റത്ത് വിക്കറ്റ് പോകുമ്പോൾ ഇന്നിങ്സിനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇന്നൊക്കെ കളിച്ചത്. മുംബൈ ഇന്ത്യൻസിനെതിരെ 54 പന്തിൽ സെഞ്ചുറി അടിച്ചു. അതിൽ 10 4 6 6 അത് ചെറുതല്ല. അപ്പോൾ ഒരേ സമയം ആക്രമിക്കുകയും വളരെ പ്രതിരോധിച്ച് കളിക്കേണ്ടടുത്ത് അങ്ങനെ കളിക്കുകയും 2020 ക്രിക്കറ്റിൽ ഇങ്ങനൊരു ഇന്നിങ്സിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഇന്നിങ്സായിരുന്നു സഞ്ജു സാംസൻ്റേത്.
സഞ്ജുവിൻ്റെ ആ 101 റൺ ഇല്ലെങ്കിൽ ഈ രണ്ട് ടീമും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ഒരു കളിക്കാരനാണ് വ്യത്യാസം ഉണ്ടാക്കിയത് എന്ന് തന്നെ പറയണം, അത് സഞ്ജു സാംസൺ ആണ്. അപ്പോൾ സഞ്ജുവിൻ്റെ എല്ലാ അർത്ഥത്തിലും ക്ലാസ് ഒരു ഇന്നിങ്സ് ആയിരുന്നു, ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. കളി ടീമിന് ജയം നേടിക്കൊടുത്ത ഇന്നിങ്സ് ആയിരുന്നു. അത് വെറും ജയമല്ല, കൂറ്റൻ ജയം. ഈ കളി ജയിച്ചതിന് സഞ്ജുവിനോട് നന്ദിയുള്ളവരായിരിക്കണം ചെന്നൈ സൂപ്പർ കിങ്സ്. തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ഒരറ്റത്ത് ഒരാളും നന്നായി കളിച്ചില്ല, സഞ്ജു ഒഴികെ മെച്ചപ്പെട്ട ഒരു കളി ആരും കാഴ്ചവെച്ചില്ല. പക്ഷേ സഞ്ജു ആദ്യം മുതൽ ഓപ്പണിങ്ങിന് ഇറങ്ങി അവസാനം വരെ പുറത്താകാതെ നിന്ന് 20 ഓവർ കഴിയുമ്പോഴും പുറത്താകാതെ നിന്ന് സെഞ്ചുറി അടിച്ച് അവസാന പന്തിൽ, ഇന്നിങ്സിൻ്റെ അവസാന പന്തിൽ 4 നേടിയാണ് അദ്ദേഹം സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഉഗ്രൻ ഇന്നിങ്സ് ആയിരുന്നു, ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. വളർന്നു വരുന്ന ഏത് ബാറ്ററും കണ്ടുപിടിക്കേണ്ട ഇന്നിങ്സ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരു ഇന്നിങ്സ്, അങ്ങനെ ഒരു ഇന്നിങ്സ് കളിക്കാൻ മുംബൈയിൽ ആരും ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ തോറ്റത്. അവിടെയും ഇതേപോലെ ഒരു ഇന്നിങ്സ് കളിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു കളിക്കാരൻ, ഏതെങ്കിലും ഒരു ബാറ്റർ കളിച്ചിരുന്നെങ്കിൽ ഈ കളി അവർക്ക് ജയിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 208 റണ്ണ്, പ്രത്യേകിച്ച് ഈ ഇത്തവണത്തെ IPL വലിയ സ്കോറേ അല്ല വിജയലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ തീർത്തും സ്പിന്നർമാർ, പ്രത്യേകിച്ചും സ്പിന്നർമാർക്കെതിരെ അവർ വളരെ മോശം കളിയാണ് കളിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫീൽഡിങ്ങും ഗംഭീര ഫീൽഡിംഗ് ആയിരുന്നു. സർഫറാസ് ഖാനൊക്കെ എല്ലാവിടെയും ഉണ്ടായിരുന്നു, എവിടെ നോക്കിയാലും സർഫറാസ് ഖാനായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടാണ്, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും നന്നായി പെർഫോം ചെയ്തിട്ടാണ് ചെന്നൈ ഈ വിജയം കരസ്ഥമാക്കിയത്. അതേസമയം ഈ 3 ഡിപ്പാർട്ട്മെൻറ്റിലും, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും മോശം പെർഫോമൻസ് ആയിരുന്നു മുംബൈയുടേത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ കളിയായിരുന്നു. ഒരു എൽ ക്ലാസിക്കോയുടെ ചൂടും ചൂരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു തണുത്ത കളി, ഏകപക്ഷീയമായി ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചു. എന്തായാലും മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ വലിയൊരു അവസ്ഥയിലാണ്. കാരണം 2 കളിയാണ് അവർ ആകെ ജയിച്ചത്, 5 കളി തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇനി 7 കളിയുണ്ട്. മുംബൈ ഇന്ത്യൻസ് മുൻകാലങ്ങളിലൊക്കെ അത് ചെയ്തിട്ടുള്ളതാണ്. തുടർച്ചയായി 7 കളിയൊക്കെ ജയിച്ച് അവർ കപ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ അവർക്കതൊരു, മുംബൈ ഇന്ത്യൻസിന് ഇതൊരു പുതുമയൊന്നുമല്ല, പുത്തൻ കാര്യവുമല്ല. അവർ എപ്പോഴും അങ്ങനെയാണ്, ആദ്യ കളികളൊക്കെ തോറ്റ് അവസാന ഘട്ടത്തിലാണ് കളി ജയിച്ച് വരാറുള്ളത്, എന്നിട്ട് ചാമ്പ്യന്മാർ ആയിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് ആയതുകൊണ്ട്, ടീം മുംബൈ ഇന്ത്യൻസ് ആയതുകൊണ്ട് നമ്മളങ്ങനെ എഴുതി തള്ളാനൊന്നും കഴിയൂല. അവർ എപ്പോഴും അവസാന ഘട്ടത്തിൽ കുതിച്ചുയർന്നു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും മുംബൈ ഇന്ത്യൻസിനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ കളി വളരെ മോശമായിട്ടാണ് കളിച്ചത് എന്ന് പറയാതെ വയ്യ. ചെന്നൈ സൂപ്പർ കിങ്സ് ഗംഭീരമായിട്ട് കളിച്ചു, അവർ ജയിക്കുകയും ചെയ്തു.